കെ ഫിറോസിനെതിരെ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ അദ്ദേഹം നിഷേധിച്ചില്ല എന്നും താൻ ഉയർത്തിയ ഒരു ആരോപണവും തള്ളിപ്പറഞ്ഞില്ല എന്നും കെ.ടി. ജലീൽ എം.എൽ.എ. 5.25 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കാൻ കെ ഫിറോസ് കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്താണെന്നും ജലീൽ ചോദിച്ചു. താൻ ഉയർത്തിയ ഒരു ആരോപണവും കെ ഫിറോസ് തള്ളിപ്പറഞ്ഞില്ല. എത്ര എക്സ്പോർട്ടുകൾ സെയിൽസ് മാനേജർ എന്ന നിലയ്ക്ക് ഫിറോസ് നടത്തുന്നുണ്ടെന്നും അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നും കെ.ടി. ജലീൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UAE വിസ കുറച്ച കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതേ വിസ വീണ്ടും പുതുക്കി. ദുബായിൽ എവിടെയാണ് കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ആർക്കും കമ്പനി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ജലീൽ പരിഹസിച്ചു. മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുസമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് കാർഡ് അനുസരിച്ച്, കോൺട്രാക്റ്റ് അനുസരിച്ച് 20,000 രൂപ സാലറിയും 2,000 ദിർഹം UAE ദിർഹം ട്രാവൽ അലവൻസുമുണ്ട്. അപ്പോൾ 20,000-ഉം 2,000-ഉം 22,000 UAE ദിർഹം അദ്ദേഹത്തിന് ഓരോ മാസവും ശമ്പളമുണ്ട്. ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ 5.25 ലക്ഷം രൂപ വരും. ഈ 5.25 ലക്ഷം രൂപ മാസശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി, അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം. ശരി, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക, ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി. ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും. UAE-യിലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഫിറോസ് പുറത്തുവിടണം. ആകെ 3 ജീവനക്കാരെ ഈ കമ്പനിയിലുള്ളൂ. 3 മാനേജർമാർ മാത്രമുള്ള കമ്പനി. ഒരു ഓഫീസിൽ തൂപ്പുകാരെങ്കിലും വേണമല്ലോ. അത് ചെയ്യുന്നത് മാനേജർമാരാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കെ ഫിറോസ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ്, കുമ്പിടി എന്ന് പറഞ്ഞാൽ അത് ചെറുതാവുമെന്നും കെ.ടി. ജലീൽ പരിഹസിച്ചു. മുസ്ലിം ലീഗിലെ എല്ലാ നേതാക്കൾക്കും ജോബ് വിസ ഉണ്ടോ എന്ന ചോദ്യവും കെ.ടി. ജലീൽ ഉന്നയിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.